കേരളത്തിലെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ കേസുകളിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. SIR റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിയ സുപ്രീം കോടതി നടപടികൾ തുടരാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് വരെ SIR നീട്ടിവെക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാമെന്നും കോടതി അറിയിച്ചു. കേരളത്തിലെ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണ നടപടി റദ്ദാക്കി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദം ഉന്നയിച്ചത്. എന്നാൽ കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന തീരുമാനമാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് കൈക്കൊണ്ടത്. SIR-നായി 88% ഫോമുകളും ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. കേരളത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് SIR നടപ്പാക്കുന്നതിൽ പ്രശ്നമില്ലെന്നും സംസ്ഥാന സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കുമാണ് പ്രശ്നമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. SIR നടപടികൾക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനും വ്യത്യസ്തമായ ജീവനക്കാരെയാണ് ചുമതലപ്പെടുത്തിയതെന്നും കമ്മീഷൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കേരളത്തിൽ SIR നടപടികൾ തുടരാമെന്ന് വ്യക്തമാക്കിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ SIR നീട്ടിവെക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിവേദനം നൽകാമെന്നും കമ്മീഷൻ ഇക്കാര്യം പരിശോധിക്കണമെന്നും കോടതി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിന് പുറമെ CPM-ഉം കോൺഗ്രസും മുസ്ലിം ലീഗും SIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു. നിലവിൽ SIR പ്രഖ്യാപിച്ച കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും ഫെബ്രുവരി 2-ാം വാരത്തോടെ നടപടികൾ പൂർത്തിയാക്കി അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ജനം, ഡൽഹി.